Namaste. I can teach anybody anything. I can only make them think. എനിക്ക് ആരെയും ഒന്നും പഠിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ നിങ്ങളെ ചെറുതായി ഒന്ന് ചിന്തിപ്പിക്കാൻ കഴിയും. ഗ്രീക്ക് ഫിലോസഫർ സോക്രട്ടീസിന്റെ ഈ വാക്കുകൾ നമ്മൾ ഓർത്തുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ നൽകി വന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും ഈ സ്നേഹവും സഹകരണവും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് 3 steps to success എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാ വീഡിയോകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വളരെ പോയിന്റ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് കബീർ ദാസ്. തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങലാണ് സ്വദേശം. അപ്പൊ നമ്മൾ ഇന്ന് സബ്ജക്റ്റിലേക്ക് കിടക്കുന്നു. 3 steps to success. സക്സസ് എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാരുടെയും പെർസ്പെക്റ്റീവ് എന്താണ് സക്സസ്, എന്തിനെയാണ് സക്സസ് എന്ന് പറയുന്നത് ഒരുപാട് സംശയിക്കണ്ട. നമ്മളൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആ 10ാം ക്ലാസ്സിൽ നല്ല ഫുൾ A+ ഒക്കെ കിട്ടി ജയിച്ചു കഴിയുമ്പോൾ അത് സക്സസ് ആണെന്ന് പറയും. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കിട്ടുമ്പോൾ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിദ്യാഭ്യാസം സക്സസ് ആയി എന്ന് നമ്മൾ പറയും. അതിന് വിദ്യാഭ്യാസത്തിന് ശേഷം നല്ലൊരു ജോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും അവന്റെ ആ കാര്യം സക്സസ് ആയി. ചുരുക്കി പറഞ്ഞാൽ ദി അച്ചീവിംഗ് ദി വിഷ് ഈസ് കാൾഡ് സക്സസ്. നമ്മുടെ ആഗ്രഹ സഫലീകരണമാണ് സക്സസ് എന്ന ഒറ്റ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ എത്തിപ്പെടാം, അങ്ങനെയുള്ള സക്സസുകൾ എങ്ങനെ എത്തിപ്പെടാമെന്നതിനെ കുറിച്ചുള്ള 3 പോയിന്റുകളാണ് നമ്മൾ ഇനി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം നമ്മൾ ഹൊറിബിൾ ആയിട്ടും കണ്ടാൽ അറപ്പ് തോന്നും, അതായത് ഡീമോട്ടിവേറ്റുമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഫോർവേഡ് ചെയ്യുകയും പലരും കാണുകയും ചെയ്യാറുണ്ട്. ഇതുപോലുള്ള അറിവിന്റെ വീഡിയോകൾ, ഒരു അറിവും ചെറുതല്ല എന്നാണ് പറയുന്നത്. ഇത്തരം ചെറിയ അറിവിന്റെ വീഡിയോകൾ മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ വിലയാണ് ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. 3 steps to success. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാം. സക്സസ് എന്ന് നമ്മൾ പറഞ്ഞു, നമ്മുടെ വിഷ്, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നിടത്താണ് നമ്മുടെ സക്സസ് എന്ന് നമ്മൾ പറയും. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, ജീവിത വിജയം, ജീവിതം സക്സസ് ആവുന്നതിനെ കുറിച്ച് പലർക്കും പല ചിന്തകളാണ്. ചില ആൾക്കാർക്ക് ധാരണയുണ്ട് ഒരുപാട് പൈസയൊക്കെ സമ്പാദിക്കുന്നതാണ് സക്സസ്. ചില ആൾക്കാരിലായിരിക്കും നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ജീവിതം സക്സസ് ആവുമെന്നുള്ളത്. ഹൈ വാല്യൂ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഭയങ്കര ഹൈ വാല്യൂ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്നത് ജീവിതം സക്സസ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. നമ്മുടെ പല കൂടിയ ഗാഡ്ജറ്റുകൾ, കൂടിയ വണ്ടികൾ, വലിയ വലിയ ബംഗ്ലാവുകളിലൊക്കെ താമസിക്കുന്നതാണ് ജീവിതത്തിന്റെ സക്സസ് എന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റി. യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സ്ട്രെസ് ഇല്ലാത്തൊരു ജീവിതം, വലിയ വറികളൊന്നുമില്ലാത്ത, വലിയ ചിന്തകൾ, വലിയ വിഷമതകളൊന്നുമില്ലാത്ത ജീവിതം, നല്ല പീസ്ഫുൾ ആൻഡ് ഹാപ്പിയായി ജീവിക്കാൻ കഴിയുക, അസുഖങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിയുക, ഇതൊക്കെയാണ് ജീവിതത്തിലെ സക്സസ്. അല്ലാതെ ഈ കാണുന്ന ഹൈ വാല്യൂ ലൈഫ് സ്റ്റൈൽ ഒന്നുമല്ല ജീവിതത്തിന്റെ സക്സസ്. പക്ഷേ നമ്മൾ ഇന്ന് സക്സസ്, നമ്മുടെ ലൈഫ് സക്സസ് അല്ല, നമ്മൾ ഇന്ന് സക്സസ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനെയാണ് സക്സസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി. അപ്പോ ആ സക്സസിലേക്ക് എത്താനുള്ള 3 സ്റ്റെപ്പുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് പോയിന്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ വിഷയം, നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളില്ലാത്തതായി ആരുമില്ല. എല്ലാവരിലും ആരെ എടുത്താലും 100% ആൾക്കാർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ അത് സക്സസ് ആകുന്നത് വളരെ ചുരുക്കം ആൾക്കാരുടേത് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഒന്നാമത്തെ കാര്യം, സക്സസ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും അവരുടെ വിഷുകളെ അവരെ ഗോളായി സെറ്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് സക്സസ് ആവാൻ കഴിഞ്ഞത് എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. സക്സസ് ആകണം എങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ കൃത്യമായ ഒരു ഗോളായി സെറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. സെറ്റ് ചെയ്യുന്നു എങ്കിൽ മാത്രമേ അവർക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ട്രെയിനിങ്ങിൽ എല്ലാവരും പലയിടത്തും കണ്ടിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഇവിടെ പഠിക്കും. എന്നിരുന്നാലും ആദ്യത്തെ പോയിന്റ്, നമ്മളെ വിഷ് എന്താണോ,
നമ്മുടെ ആഗ്രഹം എന്താണോ, നമ്മുടെ ടാർഗറ്റ് എന്താണോ, അതിനെ കൃത്യമായി ഒരു ഗോളായി നമ്മൾ സെറ്റ് ചെയ്യുകയും ആ ഗോളിന് വേണ്ടി പ്രവർത്തിക്കുകയും വേണം. ഒന്നാമത്തെ പോയിന്റ് അതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആരെല്ലാം ആണോ അവരുടെ ഗോൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്, അവരുടെ ആ വിഷുകൾ സക്സസ് ആയിട്ടുള്ളത്, കൃത്യമായും അവരവരുടെ ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ അച്ചീവ് ചെയ്യാൻ. 100 പേര് അച്ചീവ് ചെയ്യുന്നത് 97% ആൾക്കാരും ആ ഗോൾ അച്ചീവ് ചെയ്തതിനു വേണ്ടി അവർ ഗോളായി, അവരുടെ വിഷനെ ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമായി അറിയേണ്ട ഒന്നാമത്തെ പോയിന്റ് ടു നോ വാട്ട് യു വാണ്ട് എന്നുള്ളതാണ്. നമുക്ക് എന്ത് അച്ചീവ് ചെയ്യണം, എനിക്ക് ഇന്ന സാധനമാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് ആദ്യം നമ്മൾ അറിയണം, മറ്റുള്ളവരല്ല. ആദ്യം നമ്മളുടെ ആ വിശ്വാസം ഉണ്ടാവും, എനിക്ക് ഇന്ന സ്ഥലത്തെത്തണം. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞു. കുട്ടികളാണെങ്കിൽ എനിക്ക് ഈ പ്രാവശ്യം 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എനിക്ക് 10ാം ക്ലാസ് ഫുൾ A+ കൂടി അല്ലെങ്കിൽ 90% മാർക്കോടുകൂടി പാസ്സാകണം എന്ന ഉറച്ച വിശ്വാസം അവന്റെ മനസ്സിൽ ആദ്യമായിട്ടുണ്ടാവണം. എനിക്ക് എത്തും, ഞാനത് എത്തും എന്നുള്ള ആത്മവിശ്വാസം, അതാണ് ഒന്നാമത്തെ പോയിന്റ്. കൃത്യമായും ടു നോ വാട്ട് യു വാണ്ട്, എന്താണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ നല്ല വ്യക്തമായി ഓർത്തിരിക്കുക, അറിഞ്ഞിരിക്കുക. എന്നിട്ട് അത് അച്ചീവ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് അതിനെ ഗോളായി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 സ്റ്റെപ്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ടു നോ വാട്ട് യു വാണ്ട്, എന്താണ് വേണ്ടത് എന്ന് ആദ്യമായി അറിയുക. അത് അറിഞ്ഞാൽ മാത്രം പോരാ, അത് സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ ആയിട്ട് എടുക്കാൻ പറ്റണം. യെസ്, എനിക്ക് ഇതാണ് അച്ചീവ് ചെയ്യേണ്ടത്, ഇതാണ് എനിക്ക് എന്റെ വിഷ് എന്ന് ആദ്യമായി സ്ട്രോങ് ആയി നമ്മൾ ബിലീവ് ചെയ്യുക. 2, ടു സെറ്റ് എ ഗോൾ, അതിനെ ഒരു ഗോളായി സെറ്റ് ചെയ്യുക. ഇതാണ് എനിക്ക് എത്തേണ്ടത്, അതിനുവേണ്ടി എന്റെ ഗോൾ സെറ്റിംഗ് നമ്മൾ രണ്ടാമത് പുറകെ വരുന്നുണ്ട്. 3ാമത്തെ പോയിന്റ് ഹൗ ടു അച്ചീവ് ദി ഗോൾ, ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നത്. ഈ 3 പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പോയിന്റുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചിലരെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജീവിതത്തിന്റെ ABCD എന്താണെന്ന് പഠിക്കണം. തമാശക്കാണ് പറയുന്നെങ്കിലും അതിനകത്ത് നമ്മളൊരു കാര്യം കണ്ടിട്ടുണ്ട്. ജീവിതത്തിന്റെ ABCD എന്താണെന്ന് നോക്കാം. ഒന്ന്, നമ്മളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ജീവിതത്തിൽ നമ്മൾ ആരും ഒന്നും ചെയ്യുന്നില്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നതും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ എത്തുന്നതും. മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിത്വം ആകുക എന്നുള്ളതാണ്. എന്നുകൊണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് എന്നാണ്. ഒരിക്കല് ഒരു കുട്ടി ഒരു ബലൂൺ സെല്ലർ അടുത്ത് ചെന്നിട്ട് ആദ്യം ഒരു ബലൂൺ വാങ്ങും, പിന്നെ അത് തിരിച്ചു കൊടുക്കും, പിന്നെ വേറൊരു കളറിലെ ബലൂൺ വാങ്ങും, വീണ്ടും തിരിച്ചു കൊടുക്കും, 3ാമത് ഒരെണ്ണം വാങ്ങി വീണ്ടും തിരിച്ചു കൊടുക്കുന്ന നീ എന്താ ഇങ്ങനെ മാറി മാറി വാങ്ങുന്നത്? അപ്പോൾ ഞങ്ങളെ ഈ ചുവന്ന ബലൂൺ അല്ലേ ഏറ്റവും ടോപ്പിൽ പോകുന്നത്? അല്ലെ അതാണോ ഈ മഞ്ഞ ബലൂണാണോ ഇത് ഏറ്റവും ഉയരങ്ങളിലേക്ക് പോകുന്നത്? കാരണം ഇത് ഹൈഡ്രോജൻ ബലൂണാണ്, ഇങ്ങനെ കെട്ടിത്തൂക്കി വെച്ചിരിക്കുകയാണ് അയാൾ. അപ്പൊ മോനെ, ഇതിന്റെ കളറല്ല ഇത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്, ഇതിനകത്ത് നിറച്ചിരിക്കുന്ന സാധനമാണ് അതിന് എത്രത്തോളം ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ലുക്കിലോ വർക്കിലോ ഇതിലൊന്നുമല്ല, അവന്റെ ആറ്റിറ്റ്യൂഡാണ് അവനെ ഉന്നതങ്ങളിലേക്ക് എത്തുന്നത്. അതിന് ജീവിതത്തിൽ ആറ്റിറ്റ്യൂഡ് എപ്പോഴും നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിത്വമായിരിക്കണം. അതാണ് ജീവിതത്തിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ B കുറിച്ചും പഠിക്കണം. B കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബർത്താണ്, നമ്മുടെ ജന്മം. നമ്മൾ എത്ര കറുത്തവനായോ വെളുത്തവനാനോ കുള്ളനായിട്ടോ വലിയ ഹൈറ്റ് ഉള്ളവനായിട്ടോ മറ്റേത് റിലീജിയനിലോ ജനിച്ചു എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. അതിനെക്കുറിച്ച് ഓർമ്മിച്ച്, നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഓർമ്മിച്ച് നമ്മുടെ ജീവിതം പുറകോട്ട് നയിക്കുകയല്ല വേണ്ടത്. നമ്മൾ എവിടെയാണ് ജനിച്ചു, ഏത് രീതിയിൽ ജനിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് എങ്ങനെ നമ്മൾ ജനിച്ചാലും ജീവിതത്തിന് അവിടെ നിന്ന് ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ബർത്ത് എന്നുകൊണ്ട് ഞാൻ B എന്നുള്ള അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. C എന്നുള്ള അക്ഷരം നമ്മുടെ ജീവിതത്തിൽ C ബൈ ചോയ്സ് ആണ്. നമ്മുടെ ലൈഫ് എന്തായി തീരണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. അതിനുള്ള ആർജവം നമുക്കുണ്ടാവണം. ആരെങ്കിലും തരുന്നത് എടുക്കലല്ല. ഇവിടെ ഒരുപാട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ മുമ്പ് വിശാലമായ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ചോയ്സ് ആണ് നമുക്ക് എന്തായി തീരണം എന്നുള്ളത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവസാന അക്ഷരം D, ഡെത്ത്. അതും നമ്മുടെ കൺട്രോളിലല്ല. ഒരു കാരണവശാലും
നെവർ ഗിവ് അപ്പ് എന്ന് മാത്രമാണ് ഡെത്തിനെ കുറിച്ച് ഞാൻ പറയാനുള്ളത്. ജീവിതത്തെ ഒരു വഴിയിൽ വെച്ചും നമ്മൾ ഈ ജീവിത യാത്രയിൽ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ കാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് അച്ചീവ് ചെയ്യണം, എൻ്റെ ജീവിതം എൻ്റെ ചോയ്സ് അനുസരിച്ച് കൊണ്ടുപോകണം. സി എന്ന അക്ഷരത്തിൽ ചോയ്സ് ഞാൻ പറഞ്ഞിരുന്നു. ചോയ്സ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനാകാൻ പാടില്ല. ജീവിതത്തിന്റെ ABCD കൊണ്ട് ഉദ്ദേശിക്കുന്നത് A എന്നുള്ളത് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ, B ബെർത്ത് നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യമാണ്, C അത് ചോയ്സ് ആണ്, നമ്മുടെ ജീവിതം എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ള നമ്മുടെ ചോയ്സ് ആയിരിക്കണം, D ഡെത്ത് അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. ഒരിക്കലും നെവർ ഗിവ് അപ്പ് നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. അതാണ് ജീവിതത്തിന്റെ ABCD എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്, ടു നോ വാട്ട് യു വാണ്ട്. സിയില് നമ്മുടെ വരുന്നതാണ് നമ്മുടെ ജീവിതം, നമുക്ക് ചോയ്സ് ആണ്, നമുക്ക് എന്തായി തീരണമെന്ന് ആദ്യം നമ്മൾ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഒരു 12ാം ക്ലാസ് കുട്ടി അവന് സിവിൽ സർവന്റായി രാജ്യ സേവനം നടത്തണം എന്നാണ് അവന്റെ ആഗ്രഹമെങ്കിൽ അതൊരു വലിയ ഗോളാണ്. അതിലേക്ക് എത്തിപ്പെടാൻ, അവന്റെ ആ ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാൻ ആ ഗോളിനെ ചെറിയ ഗോളുകളായി തിരിച്ച് ഈ വർഷം കൊണ്ട് +2 നല്ല റാങ്ക് വാങ്ങുക, ഡിഗ്രിക്ക് നല്ല റാങ്കോടുകൂടി പാസ്സാവുക, നല്ല സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക, അതിനുശേഷം 2 വർഷം കൊണ്ട് എനിക്ക് സിവിൽ സർവന്റിന്റെ ടെസ്റ്റ് ക്രാക്ക് ചെയ്യുക, സിവിൽ സർവന്റ് ആകുക. അങ്ങനെ 4 ഗോളുകളായി അത് മാറ്റാൻ പറ്റും. എപ്പോഴും സക്സസിലേക്ക് എത്തണമെങ്കിൽ, നമ്മുടെ ഒരു വലിയ സക്സസിലേക്ക് എത്തണമെങ്കിൽ വലിയ സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം. ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ആ സ്വപ്നത്തെ നമ്മൾ ഗോളായി സെറ്റ് ചെയ്യണം. ആ ഗോളുകൾ വലിയ ഗോളാണെങ്കിൽ അതിനെ ചെറിയ ഗോളുകളാക്കി മാറ്റി ഓരോ ചവിട്ടുപടികളെ പോലെ ഓരോന്ന് സക്സസ് ആയി പിടിച്ചെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആകണം. രണ്ടാമത്തെ പോയിന്റ്, ടു സെറ്റ് യുവർ ഗോൾ. നമ്മൾ പറഞ്ഞു നമ്മൾ അതിനെ ഗോളായി സെറ്റ് ചെയ്യണം. അതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. എങ്ങനെ ആയിരിക്കണം എൻ്റെ ഗോൾ ഞാൻ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഗോൾ സെറ്റ് ചെയ്തതിന് 2-3 പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായി നമ്മുടെ ഗോൾ നമ്മൾ എഴുതി ഉണ്ടാക്കിയ ഗോൾ ഉണ്ടെങ്കിൽ സക്സസ് ആകുന്നതിൽ നിന്ന് നിങ്ങൾ ആരും പുറകോട്ട് വലിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, എഴുതി ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ആ ഗോൾ, ഒന്നാമത്തെ പോയിന്റ്, സ്പെസിഫിക് ആയിരിക്കണം. കൃത്യമായ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ ആയിരിക്കണം. 2, അത് മെഷറബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. മെഷറബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗോൾ 12ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങുക, അല്ലെങ്കിൽ എനിക്ക് 2 വർഷം ഈ 2026 ആകുമ്പോഴേക്കും എനിക്കൊരു മെർസിഡീസ് ബെൻസിന്റെ കാർ വാങ്ങണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എത്തണം എന്ന നമ്മളെ ഗോളാണെങ്കിൽ അതിന്റെ പകുതി ഭാഗം എത്തുമ്പോഴേക്കും ഞാൻ അതിലേക്ക് എത്തിയോ എന്ന് മെഷർ ചെയ്യുന്ന രീതിയിലുള്ള മെഷറബിൾ ആയിരിക്കണം. നമുക്ക് 2 വർഷത്തേക്കുള്ളൊരു ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നെങ്കിൽ 1 വർഷം കൊണ്ട് അതിന്റെ പകുതിയെങ്കിലും എത്തിയോ എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മെഷറബിൾ ആയിരിക്കണം നമ്മുടെ ഗോൾ എന്നാണ് പറയുന്നത്. അത് ആക്ഷണബിൾ ആയിരിക്കണം, അത് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളായിരിക്കണം. നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത, നമുക്ക് അതിനോട് ഒരു കാരണമല്ലും ലോജിക്കലി പോലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ആക്ഷണബിൾ, നമുക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഗോളായി സെറ്റ് വെച്ചിട്ട് കട്ടിൽ കിടന്നുറങ്ങിയത് കൊണ്ട് ഗോൾ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റും. റിയലിസ്റ്റിക് ആയിരിക്കണം. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് എനിക്ക് എത്തപ്പെടാൻ പറ്റുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ ആയിരിക്കണം. അതുപോലെ തന്നെ ടൈം ബൗണ്ട് ആയിരിക്കണം. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് എനിക്കൊരു വലിയ സമ്പന്നനാവണം എന്നൊരു ഗോൾ, അതിനൊരു സമയബന്ധിതമല്ല, ഒരു ടൈം ബൗണ്ട് ഇല്ല, അത് ചിലപ്പോൾ റിയലിസ്റ്റിക്കും അല്ല, എല്ലാവർക്കും സമ്പന്നമാണ്, അങ്ങനെയല്ല. നമ്മളത് കൃത്യമായി 2025 ഡിസംബർ 31 ഞാൻ എൻ്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരിക്കും. അതൊരു ടാർഗറ്റാണ്. കറക്റ്റായിട്ട് ഡേറ്റ് ഉണ്ട്, കറക്റ്റ് ആയിട്ടുള്ള ടൈം ബൗണ്ട് ഉണ്ടായിരിക്കും. നമുക്കറിയാം അത് മെഷറബിൾ ആണ്. 2025 ഡിസംബർ അതിനകം വെച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഏതുവരെ എത്തിയെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ മെഷറബിൾ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു, റിയലിസ്റ്റിക് ആയിരിക്കണം എന്ന് പറഞ്ഞു, ടൈം ബൗണ്ട് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഷോർട്ട് ഫോമിൽ സ്പെസിഫിക്, മെഷറബിൾ, ആക്ഷണബിൾ ആൻഡ് റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട്, സ്മാർട്ട് ഗോൾ. ഇതിന്റെ ആദ്യത്തെ അക്ഷരം എടുത്താൽ സ്മാർട്ട് എന്ന് വരും. സ്മാർട്ട് ഗോൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഈ പാരാമീറ്റേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ നമുക്ക് കൃത്യമായി അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ 5 സ്മാർട്ട് ആയിട്ടുള്ളത് ഗോൾ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അത് ഗോൾ സെറ്റിംഗ് ഒക്കെ പലപ്പോഴും നിങ്ങൾ പലയിടത്തും പല ട്രെയിനിങ്ങുകളിലും കേട്ടിട്ടുണ്ട്. നമ്മൾ ഗോൾ സെറ്റിംഗ് ഇതിനകത്ത് വരുന്നുവെങ്കിലും നമ്മുടെ പോയിന്റുകൾ മറ്റു വേറെ 3 പോയിന്റുകൾ കൂടെയുണ്ട്. ഇനി ഈ ഗോൾ എല്ലാം സെറ്റ് ചെയ്തു,
നമ്മൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ എന്താണ് ആകേണ്ടത് എന്ന് നമ്മൾ അറിയുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് അത് ഗോളായി സെറ്റ് ചെയ്യുക, നമ്മൾ ഗോൾ സെറ്റിങ്ങും പഠിച്ചു. മൂന്നാമത് ഹൗ ടു അച്ചീവ് ദി ഗോൾ, ഈ ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നും കൂടെ പഠിക്കണം. ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ല, എങ്ങനെ ഈ ഗോളിനെ അച്ചീവ് ചെയ്യാം എന്നതിനെ കുറിച്ച് പഠിക്കണം. ഒന്ന്, എലിമിനേറ്റ് ദി അൺഫേവറബിൾ എന്നാണ് പറയുക. നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോളിലേക്ക് അടുപ്പിക്കാത്ത എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനെ എലിമിനേറ്റ് ചെയ്യണം. അതായത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, നമ്മൾക്ക് എന്തെല്ലാമാണോ നമ്മുടെ ഗോളിൽ നിന്ന് അകറ്റുന്നത്, നമ്മളെ ഗോളിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഗോളിൽ നിന്ന് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മളെ അകറ്റുന്ന സാധനങ്ങൾ നമ്മളിൽ എന്തൊക്കെയുണ്ടോ അത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് നമ്മൾ അത് ഒഴിവാക്കണം. അത് ഒന്നാമത്തെ ഭാഗമാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും, മാറ്റിവെക്കുന്ന ശീലം. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാ കാര്യവും എടുത്തിട്ട് ഇതിനിപ്പം നാളെ ചെയ്യാം, ഇതിലിങ്ങനെ അടുത്ത ആഴ്ചയിലത്തോട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മളെ ടാർഗറ്റ് സെറ്റ് ചെയ്ത, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാൾക്കും മുമ്പോട്ട് കൊണ്ടുപോകുന്ന പറ്റുന്ന ഒരു കാര്യമല്ല പ്രോക്രാസ്റ്റിനേഷൻ. നമ്മൾ ഒരു കാര്യവും മാറ്റിവെക്കാൻ പാടില്ല. ആ ശീലം ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മളത് അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം, അത് നമ്മൾ ഒഴിവാക്കണം. രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, നെഗറ്റീവ് ഇൻഫ്ലുവൻസ്. പിന്നെ നീ ഇപ്പൊ അങ്ങ് ചെയ്യും, ഞാൻ ഗോളെല്ലാം സെറ്റ് ചെയ്തു, ഞാൻ കൃത്യമായി ഇത് ചെയ്യും ഇതൊക്കെ തീരുമാനമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അടുത്ത് നമ്മളത് പിന്നെ നീ കുറെ ചെയ്യും. അതായത് ഇത്തരം നമ്മളെ നെഗറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ, അത് ആര് തന്നെയാണെങ്കിലും അവരുമായുള്ള സഹവാസം നമ്മൾ കുറയ്ക്കണം. നെഗറ്റീവ് ഇൻഫ്ലുവൻസറുമായിട്ട് നമ്മൾ കുറച്ച് സഹവാസം കുറയ്ക്കണം. മൂന്നാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, ഇന്ന് നമുക്ക് എല്ലാവരും അഡിഷൻ ആയിട്ടുള്ള ഈ TV-കളും സ്മാർട്ട് ഫോണുകളും മറ്റുമൊക്കെ ഇത് വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇന്നത്തെ തലമുറയിൽ ഇത് കുട്ടികൾക്കെല്ലാം വേണം. പക്ഷേ അതിന് സമയം അനുവദിക്കണം. നിങ്ങൾ തന്നെ അതിന് സമയം കണ്ടെത്തണം. ഒരു ദിവസത്തിൽ ഇത്ര സമയമായി അതിനെ നിജപ്പെടുത്തണം. അതിലേക്ക് ഒരുപാട് അഡിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഡീമോട്ടിവേറ്റർ, അത് നമ്മൾ നെഗറ്റീവ് ഇൻഫ്ലുവൻസറിന്റെ വേറൊരു ഭാഗമാണ് ഡീമോട്ടിവേറ്റർ. നമ്മൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും ചില ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ള. ഇത്തരം നമ്മളെ ഗോളിൽ നിന്ന് അകറ്റുന്ന ഇത്തരം ആക്ടിവിറ്റികളെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. രണ്ടാമത് ഒബ്റ്റെയിൻ ദി ഫേവറബിൾ, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ അടുപ്പിക്കണം. അത് കൂടുതൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ സക്സസ് ആവുന്നവരുടെ ലൈൻ ഉണ്ടല്ലോ, ഒരു സൈഡിൽ കുറെ ആൾക്കാർ സക്സസിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്, കുറച്ച് പേര് ഫെയിലിയറിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഇത് ജീവിതമായ യാത്രയാണ്. നിങ്ങളുടെ കാര്യം ചെയ്യും, സക്സസ് ആവണമെന്നെങ്കിൽ സക്സസ് ഉള്ളവരുടെ ലൈനിലോട്ട് കയറി നിൽക്ക്. അവർ തള്ളി നിന്നെ സക്സസിലേക്ക് കൊണ്ടുപോകും എന്ന് തമാശക്കാണ് പറയുന്നതെങ്കിലും ഒരുപാട് കാര്യമുണ്ട്. നമ്മുടെ സഹവാസം, നമ്മുടെ സഹകരണം, നമ്മൾ ഏത് ഗ്രൂപ്പിലാണോ നമ്മൾ ഇടപെടുന്നത്, നമ്മളും അതിലേക്ക് നീങ്ങും. നിങ്ങൾ 5 കള്ളന്മാരെ കൂടെ കൂടിയാൽ 6ാമത്തെ കള്ളൻ നിങ്ങളാകും എന്നാണ് പറയുന്നത്. 5 സക്സസ് ആയ ആൾക്കാരെ കൂടെ നിങ്ങൾ കൂടുകയാണെങ്കിൽ 6ാമത്തെ സക്സസ്ഫുൾ പേഴ്സൺ നിങ്ങളായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സഹവാസം, നിങ്ങളുടെ സഹകരണം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒബ്റ്റെയിൻ ദി ഫേവറബിൾ. നമുക്ക് എന്തെല്ലാമാണോ നമ്മുടെ ഗോളിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നത്, ഈ കാര്യം ഞാൻ ചെയ്താൽ എന്നെ ആ ഗോളിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണെങ്കിൽ അത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. യെസ്, എനിക്കത് കഴിയും. എപ്പോഴും നമ്മൾ തന്നെ മുഖത്ത് നോക്കി രാവിലെ ഉറക്കം കണ്ണാടിയിൽ വെച്ച് നോക്കിയിട്ട് പറയണം, യെസ് എനിക്കത് കഴിയും. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മളെ തന്നെ ഒന്ന് എൻകറേജ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാക്കണം. 2, ടൈം മാനേജ്മെന്റ് കൃത്യമായി പാലിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നല്ല ടൈം മാനേജ്മെന്റ് നമുക്ക് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യവും കൃത്യമായ സമയനിഷ്ഠയോടെ ചെയ്യാൻ നമുക്ക് കഴിയണം. മൂന്നാമത്തെ ഒരു ഗുണമുണ്ട് പഞ്ച്വാലിറ്റി. പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രാം തീയതി ഞാൻ ഇത്രയും പഠിച്ചു തീർക്കും. പഠിക്കുന്ന കുട്ടികളെ കുറിച്ചാണെങ്കിൽ, ഒരു വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഓഫീസിൽ ഞാൻ കൃത്യം 8 മണിക്കാണ് ഞാൻ ഓഫീസിലെത്തുന്നത്. കൃത്യം 8 മണിക്ക് ഓഫീസിലെത്തിയിരിക്കണം. എന്റെ ടാർഗറ്റ് ഈ വർഷം ഞാൻ എടുത്തിരിക്കുന്ന എന്റെ ഗോൾ എന്ന് പറയുന്നത്, എന്റെ ഈ ബിസിനസ് കഴിഞ്ഞ വർഷം 3 കോടി രൂപ പ്രോഫിറ്റ് ആണ് ചെയ്തത്. ഈ വർഷം എന്റെ പ്രോഫിറ്റ് മാർച്ച് 31 ആകുമ്പോൾ 6 കോടി രൂപയിലേക്ക് എത്തണം. ജസ്റ്റ് ഡബിൾ. പക്ഷേ എന്റെ ചില ദുസ്വഭാവങ്ങളുണ്ട്. ഞാൻ പഞ്ച്വലല്ല. 8 മണിക്ക് ഓഫീസിൽ വരണം. ഇന്നലെ 8 മണിക്ക് വന്നു, നാളെ 9 മണി എത്തി ഉറങ്ങിപ്പോയി. ഇന്നലത്തെ ലേറ്റായി കിടക്കാൻ. നെവർ.
ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൊണ്ടുവരേണ്ട ഒരു നല്ല ഗുണമാണ് പഞ്ച്വാലിറ്റി എന്ന് പറയുന്നത്. ടൈം മാനേജ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു. മൂന്നാമതൊരു കാര്യമുണ്ട്, ഒരു റോൾ മോഡലിനെ കണ്ടെത്തുന്നത് എല്ലാവർക്കും ഭയങ്കര ഗുണമാകും. നമുക്ക് തന്നെ ഒന്ന് പോസിറ്റീവായി മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് റോൾ മോഡൽ ഉണ്ടെങ്കിൽ കഴിയും. എപ്പോഴും റോൾ മോഡൽ ചെന്ന് മുമ്പെന്നൊന്നും റോൾ മോഡൽ ആകണമെന്നില്ല. നമ്മൾ പുസ്തകത്തിലൂടെ വായിച്ചിട്ടുള്ള, ജീവിതത്തിൽ സക്സസ് നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ മനസ്സിലേക്ക് നമ്മൾ റോൾ മോഡലായിട്ട് കണ്ടാൽ മതി. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല, എന്റെ റോൾ മോഡൽ ഇദ്ദേഹമാണ് എന്ന രീതിയിൽ കുട്ടികൾക്ക് റോൾ മോഡലാകാം. നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഫ്രണ്ടിൽ വരണമെന്നില്ല. നമുക്ക് അറിഞ്ഞിട്ടുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരാളിനെ വ്യക്തിയെ റോൾ മോഡലാക്കുന്നത് എപ്പോഴും നമുക്ക് വളരെ പോസിറ്റീവായ ഒരു ഗുണമാണ്. നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ അത് ഫേവറബിൾ ആണ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് ബി കോൺഫിഡൻറ്റ്. എപ്പോഴും ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും ഇത്തരം ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ, ഇത്തരം ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരു മോട്ടിവേഷനൊക്കെ ഞാൻ കൊള്ളും, 2 ദിവസം നിലനിൽക്കും, 3 പഴയ സ്ഥിതി. അങ്ങനെ ആകാൻ പാടില്ല. എപ്പോഴും ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ഒരു എഴുതി വെച്ച ഗോൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അത് നമ്മൾ കിടക്കേണ്ട അടുത്ത് തന്നെ വെക്കണം. നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കണം. എനിക്കിതാണ് അച്ചീവ് ചെയ്യേണ്ടത്, എന്റെ ടാർഗറ്റ് 5 കോടി രൂപയാണ് ഈ വർഷത്തെ ടാർഗറ്റ്, ഞാൻ അത് എത്തിയിരിക്കും. അതിന് കോൺഫിഡൻറ്റ് നമുക്ക് തന്നെ ഉണ്ടാവണം. അപ്പൊ ഞാൻ പറഞ്ഞ 3 പോയിന്റും കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ്, ടു നോ വാട്ട് യു വാണ്ട്. എന്താണ് എനിക്ക് വേണ്ടത് എന്ന് ആദ്യമായി നമ്മൾ തന്നെ മനസ്സിലാക്കുക. 2, അതിനെ കൃത്യമായ ഗോളായി സെറ്റ് ചെയ്യുക. 3, ആ ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നതിനെ കുറിച്ച് നന്നായി ഗൃഹപാഠം ചെയ്യുക, മനസ്സിലാക്കുക. അതിന് വേണ്ടുന്ന 2 കാര്യങ്ങളാണ്. 1, ഫേവറബിൾ അല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഈ കാര്യങ്ങൾ ചെയ്താൽ കൃത്യമായും നിങ്ങളെ സക്സസിലെത്തുന്നതിൽ നിന്നും ആർക്കും പുറകോട്ട് വലിക്കാൻ കഴിയില്ല. ഒരു 2 ഗോൾഡൻ റൂൾസ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത്തരം അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാൻ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. എസ്പെഷ്യലി ഈ വീഡിയോ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളും പഠിക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൃത്യമായും കാണിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഗോൾഡൻ റൂട്ട്സിലേക്ക് കിടക്കുകയാണ്. പ്ലാൻ ഡേ ബൈ ഡേ. ഓരോ ദിവസത്തെയും പ്ലാൻ അത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന എൻ്റെ ഈ 2 റൂൾ ഞാൻ ഏത് ട്രെയിനിങ്ങിൽ പോയാലും പറയാറുള്ളതാണ്. രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ചാടി കട്ടിൽ നിന്ന് എഴുന്നേൽക്കാതെ ഉണർന്ന് കട്ടിലിൽ തന്നെ കിടന്നിട്ട് എനിക്കിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. 1, നിങ്ങൾ ഒരു കാര്യങ്ങളും ആ ദിവസം ചെയ്യാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ആ ദിവസം നിങ്ങൾ വിട്ടുപോകില്ല എന്നുള്ളതാണ്. 2, നിങ്ങളുടെ ബ്രെയിനിന്റെ ന്യൂറൽ പാത്വേസ് ഓപ്പൺ ആവുകയും നിങ്ങളുടെ മെമ്മറി പവർ കൂടുകയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായും രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഉറക്കം എഴുന്നേൽക്കാൻ ഒരു 5 മിനിറ്റ് നേരത്തെ അലാം വെച്ചിട്ട് 5 മിനിറ്റ് നേരത്തെ അലാം വെച്ച് എഴുന്നേൽക്കുകയും ആ 5 മിനിറ്റ് വെറുതെ കട്ടിൽ കിടന്നുകൊണ്ട് എനിക്കിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കുകയും ചെയ്യുക. ഇതൊരു നല്ല ശീലമാക്കി മാറ്റാൻ ശ്രമിക്കണം. 2ാമത്തെ പോയിന്റ്, റീകാൾ ഡേ ബൈ ഡേ. ഞാൻ പറയുന്ന ഓരോ ദിവസവും കട്ടിലിൽ പോയി കിടക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് ചെയ്തത്, രാവിലെ തൊട്ട് ഈ സമയം കിടക്കുന്നത് വരെ ഞാൻ എന്തെല്ലാം ചെയ്തു എന്ന് ഓർമ്മിച്ചെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കിയെടുക്കണം. ഈ 2 ശീലങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരു കാര്യം കൂടെ പറയാം, ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ചെറിയ ചെറിയ ചേഞ്ചുകളിലൂടെയാണ്. ഇത്തരം ചെറിയ ചെറിയ ചേഞ്ചുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ജയ് ഹിന്ദ്.